ഞാൻ തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഞാൻ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്, യൂണിവേഴ്സിറ്റി സെനറ്റിൽ മത്സരിച്ചിട്ടുണ്ട്, വിദ്യാർത്ഥി മേഖലകളിലൊക്കെ മത്സരിച്ചിട്ടുണ്ട്, ജയിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ടാണ്. ഞാൻ കാസർഗോഡ് വന്നിറങ്ങിയത് മുതൽ ഈ സ്വീകരണത്തിൻ്റെ ഈ നിമിഷം വരെ ഇവിടെയുള്ള പ്രവർത്തകരും ഇവിടെയുള്ള യുവാക്കളും ഇവിടെയുള്ള ജനതയും കാണിക്കുന്ന ഒരു വലിയ താല്പര്യമുണ്ട്. ആ വലിയ താല്പര്യം ഈ കാസർഗോഡ് മണ്ഡലത്തിൽ മാറ്റം ഉണ്ടാകും എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള സൂചനയാണ്. സ്ഥാനാർത്ഥിയോട് സ്വാഭാവികമായും പോസിറ്റീവായി ആളുകൾ പ്രതികരിക്കും, അവരോട് സന്തോഷം പങ്കുവെക്കും, അവരോട് നല്ല രീതിയിൽ സംസാരിക്കും. പക്ഷേ ആ ഒരു പോസിറ്റീവായ റിയാക്ഷൻ അപ്പുറം ഒരു മാറ്റം വേണമെന്നുള്ള ഒരു അടങ്ങാത്ത ആവേശത്തോടു കൂടിയാണ് ജനത്തിൻ്റെ പ്രതികരണം, അവരുടെ ബോഡി ലാംഗ്വേജും ഒക്കെ വ്യക്തമാക്കുന്നത്. ഞാൻ ഏകദേശം 30ഓളം വരുന്ന ക്യാമ്പസുകളിൽ ഞാൻ കാസർഗോഡ് പാർലമെൻറ്റിൽ പോയിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ പ്രവർത്തനം തന്നെ ഞാൻ മാടായി കോളേജ് മുതൽ മഞ്ചേശ്വരത്തെ ഗോവിന്ദപൈ കോളേജ് വരെയുള്ള നിരവധി കോളേജുകളിലൂടെ പര്യടനം നടത്തി. ഞാൻ ഒരു താരം ആയിട്ടുള്ള ഒരു താരത്തിൻ്റെ പരിവേഷമുള്ള ആളൊന്നുമല്ല, ഒരു സാധാരണക്കാരനായ പൊതുപ്രവർത്തകനാണ്. പക്ഷേ ഞാൻ വന്നപ്പോൾ കുട്ടികൾ ഷെയ്ക്ക് ഹാൻഡ് തരാൻ, കുട്ടികൾ പൂവാരി എറിയാൻ, ആഹ്ലാദത്തോടുകൂടി സംസാരിക്കാൻ, നിശബ്ദമായി ഞാൻ പറയുന്നത് കേൾക്കാൻ, അതോടൊപ്പം അവർ ഓട്ടോഗ്രാഫ് എഴുതി വാങ്ങാൻ തിക്കും തിരക്കും കൂടിയ അനുഭവം ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവമാണ്. ഒരു പോസിറ്റീവായിട്ടുള്ള ഏറ്റവും റിയാക്ഷൻസ് ക്യാമ്പസിൽ നിന്ന് നല്ലപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിൽ 1,20,000 വരുന്ന പുതിയ വോട്ടർമാരാണ്. കഴിഞ്ഞ 2 ടേമിലെ ഇലക്ഷനിൽ കടന്നു വന്നിരിക്കുന്ന പുതിയ വോട്ടർമാരടക്കം 40-50% പുതിയ വോട്ടർമാരാണ്. ഈ പുതിയ വോട്ടർമാർ ഹർത്താൽ ആഗ്രഹിക്കുന്നില്ല, ഈ പുതിയ വോട്ടർമാർ അക്രമം ആഗ്രഹിക്കുന്നില്ല, ഈ പുതിയ വോട്ടർമാർ ആഗ്രഹിക്കുന്നത് വികസനം മാത്രമാണ്. ആ വികസനം കൊണ്ടുവരാൻ പര്യാപ്തമായ ഏജൻസിയും ഇച്ഛാശക്തിയുള്ള ലീഡർഷിപ്പും അവർ അന്വേഷിക്കുന്നു. ആ അന്വേഷണത്തിൻ്റെ പരിസമാപ്തിയായി ഈ തെരഞ്ഞെടുപ്പിനെ കാണാൻ അവർ ആഗ്രഹിക്കുന്നു എന്നാണ് അവരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഈ 1.25 ലക്ഷം പുതിയ വോട്ടർമാർ, ഇവർ പലരും പ്രകടമായ രാഷ്ട്രീയമില്ലാത്തവരുണ്ട്, പലരും സോഷ്യൽ മീഡിയയിലെ സജീവമാണ്. ഇവരെ സ്വാധീനിക്കാൻ നമുക്ക് എന്ത് പുതിയ രീതികൾക്ക് സ്വീകരിക്കുന്നത്? ഞാൻ പരമാവധി ന്യൂ ജനറേഷൻ വോട്ടേഴ്സ് അവർ ക്യാമ്പസുകളും ഇതര പ്രൊഫഷണൽ കലാലയങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഞാൻ പരമാവധി അവരെ നേരിൽ കാണാനാണ് ശ്രമിച്ചത്. 2, എൻ്റെ സോഷ്യൽ നെറ്റ്വർക്ക് സംവിധാനങ്ങൾ വളരെ എഫക്റ്റീവാണ്. ഞാൻ നേരത്തെ തന്നെ കേരളത്തിലെ ഏറ്റവും പ്രധാനമായി അത് യൂസ് ചെയ്യുകയും ഏറ്റവും ആക്സസിബിളായി അതിലൂടെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൽപ്പെട്ട ഒരാളാണ് ഞാൻ. എൻ്റെ വെബ്സൈറ്റും എൻ്റെ ഫേസ്ബുക്കും എൻ്റെ മെയിലും അതുപോലെ എൻ്റെ വാട്സപ്പ് അക്കൗണ്ട്സും ഒക്കെ വളരെ എഫക്റ്റീവാണ്. ഓരോ ദിവസവും 10,000-കണക്കിന് ആളുകളാണ് അതിൽ കമൻറ്റ് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നത്. ശേഷമുള്ള ഡെവലപ്മെൻറ്റ്സ് ഞാനതിൽ പോസിറ്റീവായിട്ടുള്ള എൻ്റെ വികസനത്തിൻ്റെ തോട്ട്സ് അതിൽ ഷെയർ ചെയ്തിരുന്നു. എൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകൾ, എന്നെപ്പറ്റിയുള്ള കാഴ്ചപ്പാടുകൾ എല്ലാം അതിലുണ്ട്. അതിൽ അഡീഷൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ തരുന്നുണ്ട്, റെക്ടിഫൈ ചെയ്യേണ്ട കാര്യങ്ങൾ തരുന്നുണ്ട്, പോസിറ്റീവായിട്ടുള്ള ഒത്തിരി റിയാക്ഷൻസ് അതിലൂടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ കാസർഗോഡ് ഇവിടെയുള്ള ജനം വളരെയധികം ഇതെല്ലാം നൂതനമായ സാങ്കേതിക വിദ്യയെല്ലാം ഉപയോഗിക്കുന്ന സാധാരണക്കാരായ ആളുകളാണ്. അതെല്ലാം വളരെ എഫക്റ്റീവായി ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു സർവേയിലെ 160 മണ്ഡലങ്ങൾ സോഷ്യൽ മീഡിയ സ്വാധീനം ചെലുത്തുന്ന, അതിൽ കേരളത്തിലെ 10 മണ്ഡലങ്ങളിൽ സ്വാധീനം ചെലുത്താവുന്നതിൽ കാസർഗോഡുണ്ട്. അവികസിതം എന്ന് പറയുമ്പോഴും ഈ ന്യൂ മീഡിയയിലും സോഷ്യൽ മീഡിയയിലും ഇവിടുത്തെ ചെറുപ്പക്കാർ അത്രമാത്രം തീർച്ചയായും ഈ അവികസിതം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇവരുടെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിയുടെ കുറവല്ല, ഇവരുടെ സോഷ്യൽ നെറ്റ്വർക്ക് മീഡിയ അടക്കമുള്ള നൂതന സങ്കേതങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ അപര്യാപ്തതയല്ല. ഇവിടെ കാസർഗോഡ് ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, കാസർഗോഡ് 0 ലാൻഡ്ലെസ് സ്റ്റേറ്റ് പദ്ധതി ആവിഷ്കരിച്ചപ്പോൾ ആദ്യം ആ പദ്ധതി നടപ്പിലാക്കിയ ആദ്യത്തെ ജില്ല കാസർഗോഡാണ്. ലാൻഡ് അവൈലബിലിറ്റിയാണ് വികസനത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ലാൻഡ് അവൈലബിൾ ആയിട്ടുള്ള കേരളത്തിലെ പരിമിതമായ ജില്ലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാസർഗോഡാണ്. 2, ഇവിടെ മനോഹരമായിട്ടുള്ള തീരപ്രദേശവും ബേക്കൽ ഫോർട്ട് മാത്രമല്ല, അതിനേക്കാൾ മനോഹരമായിട്ടുള്ള ഇടങ്ങൾ ഇവിടെയുണ്ട്. ഞാനിപ്പോൾ പര്യടനത്തിൻ്റെ ഭാഗമായി ആ ഇട്ടിക്കുളം മേഖലയിലൂടെയൊക്കെ നാവൽ അക്കാഡമിയുടെ ആ ബേസ് മേഖലയിലൂടെയൊക്കെ കടന്നു. ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലം കേരളത്തിൽ വേറെ എവിടെയും കാണില്ല. അപ്പം മനോഹരമായ തീരപ്രദേശം നമുക്കുണ്ട്, ഹാർബറുകൾ നമുക്കുണ്ട്, കർഷകർ നമുക്കുണ്ട്, കാർഷിക മേഖലയുണ്ട്, ഇടത്താവളമുണ്ട്, മലകൾ ചെരിവുകളുണ്ട്, പിന്നെ നല്ല മനുഷ്യരുണ്ട്. പക്ഷെ വികസനം മാത്രമില്ല.
ഈ സാധ്യത കാസർഗോഡിൻ്റെ പൊട്ടൻഷ്യലിൻ്റെ 100ൽ 1 ഭാഗം പോലും ഇവിടെയുള്ള ജനതയ്ക്ക് കൊടുക്കാൻ ഇവിടുത്തെ ഇടതുപക്ഷ സംവിധാനങ്ങൾക്കും ഇവിടെയുള്ള ഇടതുപക്ഷ പാർലമെൻറ്റ് മെമ്പർമാർക്കൊന്നും സാധിച്ചിട്ടില്ല. അതിലൊരു കാര്യം കൂടി കൂട്ടി വായിക്കേണ്ടതുണ്ട്. പാർട്ടി ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ എന്തായാലും ജയിക്കും. അത് ബൂത്ത് പിടിച്ചും അക്രമം നടത്തിയും അവരുടേതായിരിക്കുന്ന ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനം നടത്തി അവർ ജയിക്കും. ആ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനം നടത്തി കാലാകാലമായി ജയിക്കുന്നത് കൊണ്ട് പാർട്ടിയോട് മാത്രം വിധേയത, ജനങ്ങളോട് മറുപടി പറയണ്ട. ഇപ്പോൾ ഇവിടെ പറയുന്ന 2 പ്രധാനപ്പെട്ട വികസനം, ഒന്ന് HAL-ലാണ്, 2 സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. രണ്ടും കൊണ്ടുവന്ന് UPA ഗവൺമെൻറ്റാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി 16 സ്റ്റേറ്റിൽ കൊടുത്തപ്പോൾ കേരളത്തിന് അത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അതിനും അദ്ദേഹം അവകാശം ഉന്നയിക്കുന്നുണ്ട്. അതാണ് പറഞ്ഞത്. 16 സ്റ്റേറ്റിൽ കൊടുത്തപ്പോൾ കേരളത്തിന് കൊടുത്തു, UPA ഗവൺമെൻറ് കൊടുത്ത്. HAL പദ്ധതി UPA ഗവൺമെൻറ് സംഭാവന, ആന്റണിയുടെ സംഭാവനയാണ്. അപ്പോൾ അത് മാത്രം വരേണ്ടത് 2 കൊല്ലത്തെ UDF ഗവൺമെൻറ് പ്രവർത്തനം നിങ്ങൾ വിലയിരുത്തണം. കാസർഗോഡ് ജില്ലയ്ക്ക് ഒരു പുതിയ മെഡിക്കൽ കോളേജ്, വെള്ളരിക്കുണ്ട് മഞ്ചേശ്വരം പുതിയ താലൂക്ക്, തൃക്കരിപ്പൂർ പുതിയ സബ് ട്രഷറി, അടയ്ക്ക കർഷകരെ സംരക്ഷിക്കാൻ സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ് പുതിയ പദ്ധതി, പ്രഭാകരൻ കമ്മീഷൻ റിപ്പോർട്ട് കാസർഗോഡിൻ്റെ മോചനത്തിന് വേണ്ടി 75 കോടി രൂപ ഈ ബഡ്ജറ്റിൽ നീക്കിവെച്ചു. 25 കോടി രൂപ കഴിഞ്ഞ ബഡ്ജറ്റിൽ നീക്കിവെച്ചു. 10 കോടിയുടെ അഡീഷണൽ സാങ്ഷൻ വേറെ, പുതിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ, പുതിയതായിരിക്കുന്ന കോഴ്സുകൾ. 2 കൊല്ലം കൊണ്ട് UDF ഗവൺമെൻറ് ഈ ജില്ലയോടും ഈ പാർലമെൻറ്റ് മണ്ഡലത്തോടും കാണിച്ചതായിരിക്കുന്ന കരുണയുടെ ഒരംശം പോലും ഇവർ കാണിച്ചിട്ടില്ല. അവിടെയാണ് അപ്രോച്ചിലുള്ള വ്യത്യാസം. പാർശ്വവൽക്കരിക്കപ്പെട്ട പാർലമെൻറ്റ് മണ്ഡലത്തെ ഒരു കെയറിംഗ് പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയായി UDF പരിഗണിക്കുന്നു. അത് ഗിയറപ്പ് ചെയ്യാൻ അവസരം എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം. ഇപ്പോൾ 2 ചെറുപ്പക്കാരൊരു വെറ്ററിനെ നേരിടുകയാണ്. 2 ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ നിങ്ങൾ 2 ടെലിവിഷൻ ചർച്ചയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുന്ന സ്ഥിരം ജനങ്ങൾ കാണുന്നുണ്ട്. അത് സുരേന്ദ്രനും സിദ്ദിഖും നിങ്ങൾ തമ്മിൽ ഇപ്പം നേരിട്ട് ഗോദായിലാണ്. അതിനെപ്പറ്റി എന്താ തോന്നുന്നു? ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണ്. CPIM-ൻ്റെ സ്ഥാനാർത്ഥിയും സുഹൃത്തു തന്നെയാണ്. രാഷ്ട്രീയത്തിൽ പിന്നെ പോസ്റ്റർ ഒട്ടിക്ക് കീറുമ്പം, ഫ്ലക്സ് കീറുമ്പോൾ കൊലപാതകം നടത്തുന്ന അത്തരം സംസ്കാരത്തോടും കൊട്ടേഷൻ സംസ്കാരത്തോടും തീർത്തും വെറുപ്പുള്ള ഒരു പൊതുപ്രവർത്തനമാണ്. സൗഹൃദങ്ങൾ, ഞാൻ ശാരദ ടീച്ചറെ കാണാൻ പോയിട്ടു. ശാരദാസിൽ പോയി ശാരദ ടീച്ചറെ കാണാൻ പോയതിൻ്റെ കാരണവും വികസനത്തിൻ്റെയും അതുപോലെ പൊതുപ്രവർത്തനത്തിൻ്റെയും ഭാഗത്ത് അത്തരമൊരു സംസ്കാരം ഉണ്ടാകണം എന്നുള്ള കാഴ്ചപ്പാട് കൂടി തന്നെയാണ്. പക്ഷേ ഇവിടെ കൊലപാതകത്തിൻ്റെയും അസഹിഷ്ണുതയുടെയും രാഷ്ട്രീയമാണ്. എൻ്റെ പ്രിയപ്പെട്ട 2 സഹപ്രവർത്തകന്മാരും അവരുടെ പാർട്ടി മേഖലകളിൽ നല്ല സംഭാവനകൾ അർപ്പിച്ചിട്ടുള്ള പൊതുപ്രവർത്തകന്മാർ. അവരുടെ രാഷ്ട്രീയത്തോട് വിയോജിപ്പുണ്ട്, അവരുടെ വികസന സമീപനത്തോട് വളരെ കൃത്യമായിട്ടുള്ള വിയോജിപ്പുണ്ട്. പക്ഷേ സത്യസന്ധമായിട്ടുള്ള അടുപ്പം അവരുമായിട്ടുണ്ട്.